ഇവിടെ നമ്മൾ 180 ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ഈ തിയേറ്ററിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് NVIDIA ഷീൽഡാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് സപ്പോർട്ടും ഡോൾബി വിഷൻ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ നമുക്ക് ഓരോ 3D സൗണ്ടൊക്കെ കിട്ടുന്ന ഒരു ഡിവൈസാണ്. പിന്നെ ഗെയിമിംഗ് കൺസോളുണ്ട്. അതും ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ആവശ്യമുള്ള അതുപോലെ പിക്ചർ ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് കൺസോളുണ്ട്. പിന്നെ ബ്ലൂറേ ഉണ്ട്. അപ്പോൾ ഇത്തരം സ്ട്രീമിംഗ് ഡിവൈസുകൾ ഹൈ ക്വാളിറ്റി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗാഡ്ജറ്റ്സുകളുടെ മാക്സിമം ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു പ്രൊജക്ടർ തന്നെ ഈ തിയേറ്ററിലോട്ട് വേണം എന്നുള്ളത് സാറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ അതിൽ തുടക്കം മുതലേ അതിലൊരു കോംപ്രമൈസ് വേണ്ടെന്ന് സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ ഒപ്റ്റോമയുടെ UHC 70LV എന്ന് പറഞ്ഞ ഡുവൽ ലേസർ പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക സ്റ്റണ്ണിങ് പിക്ചർ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. കാരണം 5000 ലൂമിൻസ് 4K പ്രൊജക്ടറാണിത്. പിന്നെ അതുപോലെ HDR10 ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ആണ്, ഡോൾബി വിഷൻ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഡോൾബി വിഷനിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ മൂവീസ് കാണുമ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പിക്ചർ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാണുന്ന 4K കാണുന്ന ആൾക്കാരുണ്ടാവും. ഇതേ കണ്ടൻറ്റ് നമ്മളൊരു ഡോൾബി വിഷൻ പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഓപ്ഷൻസ് ആ നെറ്റ്ഫ്ലിക്സിൽ പോലും എനേബിൾ ആകുന്നത്. അപ്പോൾ തന്നെ ആ എല്ലാ കളറുകളും ബാലൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ചിലതിൽ നമുക്ക് ചെറിയ മെർജായിട്ടൊക്കെ തോന്നും 4K ആണെങ്കിലും വേറെ ലോ പ്രൊജക്ടറിലൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ അങ്ങനത്തെ ഒരു പിക്ചറിലൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് പിന്നെ നമുക്ക് ഇതിലെ ലേസറിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. കൂടാതെ ഇവിടെ ഗെയിം യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ലോ ലേറ്റൻസി ആയിട്ടും അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് ഒക്കെ കൂടുതലുള്ള ഒരു പ്രൊജക്ടറാണ് ഈ ഒരു പ്രൊജക്ടർ.